ബൈബിളിലെ ഏറ്റവും ദാരുണമായ വ്യക്തികളിൽ ഒരാളാണ് യൂദാസ് ഇസ്കറിയോട്ട്. യേശുക്രിസ്തു തിരഞ്ഞെടുത്ത 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. എന്നാൽ കർത്താവിനെ ഒറ്റിക്കൊടുത്തതിന്റെ പേരിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നത്. അത്യാഗ്രഹം, കാപട്യം, ക്രിസ്തുവിനെ യഥാർത്ഥമായി അറിയാനും സ്നേഹിക്കാനും കഴിയാത്തതിന്റെ അപകടങ്ങളെക്കുറിച്ചുള്ള ശക്തമായ ഒരു പാഠമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. മറ്റ് ശിഷ്യന്മാർക്ക് ലഭിച്ച അതേ അവസരങ്ങളാണ് യൂദാസിന് ലഭിച്ചത്. അവൻ യേശുവിനോടൊപ്പം നടന്നു, അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു, ദിവ്യ പഠിപ്പിക്കലുകൾ കേട്ടു, ശുശ്രൂഷയിൽ പങ്കെടുത്തു. എന്നിരുന്നാലും അവന്റെ ഹൃദയം യഥാർത്ഥത്തിൽ രൂപാന്തരപ്പെട്ടില്ല. യേശുവിനോടുള്ള ഭക്തിയേക്കാൾ പണത്തോടുള്ള സ്നേഹം വെളിപ്പെടുത്തിക്കൊണ്ട് സംഘത്തിന്റെ പണസഞ്ചിയിൽ നിന്ന് മോഷ്ടിച്ച ഒരു കള്ളനായിരുന്നു യൂദാസ്. മിശിഹായുമായുള്ള ബന്ധത്തേക്കാൾ ഭൗതിക സമ്പത്തിനെ യൂദാസ് വിലമതിച്ചു. ദൈവത്തിൽ നിന്ന് യഥാർത്ഥ മാനസാന്തരവും ക്ഷമയും തേടുന്നതിനു പകരം അവൻ നിരാശയിൽ വീണു തൂങ്ങിമരിച്ചു. അവന്റെ ദാരുണമായ അന്ത്യം പത്രോസുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു, പക്ഷേ പിന്നീട് അനുദപിക്കുകയും പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. യേശുവിനോട് കൂടെ നടക്കുക എന്നതിനർത്ഥം അവനുമായി ഒരു യഥാർത്ഥ ബന്ധം ഉണ്ടായിരിക്കുക എന്നല്ല. പലരും സുവിശേഷം കേൾക്കുന്നു, പക്ഷേ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നില്ല. പണസ്നേഹം നാശത്തിലേക്ക് നയിക്കുന്നു. യൂദാസിന്റെ അത്യാഗ്രഹം അവനെ ക്രിസ്തുവിന്റെ മൂല്യം കാണാതെ അന്ധനാക്കി. മാനസാന്തരം ജീവനിലേക്ക് നയിക്കുന്നു, നിരാശ മരണത്തിലേക്ക് നയിക്കുന്നു. പത്രോസിനെപ്പോലെ യൂദാസ് ക്ഷമ തേടാതെ നിരാശയ്ക്ക് വഴങ്ങി. യൂദാസിന്റെ ജീവിതം ഒരു മുന്നറിയിപ്പായി വർത്തിക്കുന്നു. നാം യേശുവിനെ ബാഹ്യമായി മാത്രമല്ല ആത്മാർത്ഥതയോടെയാണ് പിന്തുടരുന്നതെന്ന് ഉറപ്പാക്കാൻ നമ്മുടെ ഹൃദയങ്ങളെ പരിശോധിക്കണം. യഥാർത്ഥ രക്ഷ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് ലഭിക്കുന്നത്, അവനുമായുള്ള വെറും സഹവാസത്തിലൂടെയല്ല.